ഡെപ്യൂട്ടി മേയറോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കുശലാന്വേഷണം നടത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത് പറയൂ. രോഹിണി, നേമത്താണ്, നേമം മണ്ഡലത്തിലെ ബൂത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൈമനത്തുള്ള സർക്കാർ വനിതാ പോളിടെക്നിക് 150 നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഇപ്പോൾ ആശാനാഥ് എത്തിയിരിക്കുന്നത്. നീണ്ട ഒരു ക്യൂ തന്നെ കാണാൻ കഴിയും നമുക്ക്. ക്യൂവിൽ നിന്നുകൊണ്ട് സമ്മതിദാനം രേഖപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആശാനാഥ്. വലിയ രീതിയിലുള്ള ക്യൂ നമുക്കിവിടെ കാണാൻ കഴിയും. നേമം മണ്ഡലത്തിലാണ് ആശാനാഥിന് വോട്ട് ഉള്ളത്. വലിയ ശക്തമായ ഒരു മത്സരം നടക്കുന്നൊരു മണ്ഡലം കൂടിയാണ് നേമം മണ്ഡലം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ ഒരു BJP വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലം കൂടിയാണ് നേമം. ശക്തമായ വാശിയേറിയ മത്സരം കൂടിയാണ് നടന്നു വന്നിരിക്കുന്നത്. ആ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് ആശാനാഥ്. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തി ക്യൂവിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തും. 150 നമ്പർ പോളിംഗ് ബൂത്താണിത്. സർക്കാർ പോളിടെക്നിക്കാണ്, വനിതാ പോളിടെക്നിക്കാണ്. കൈമനത്തുള്ള അവിടേക്കാണ് ആശാനാഥ് എത്തിയിരിക്കുന്നത്. പോളിംഗ് അതായത് ശക്തമായ രീതിയിൽ ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പോളിംഗ് വളരെ രീതിയിൽ ശക്തമായി മുന്നേറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ ഒരു എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരം തന്നെയാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശക്തമായ പോരാട്ടം, ശക്തമായ മുന്നേറ്റം, ശക്തമായ രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. നിരവധി മണ്ഡലങ്ങൾ BJP സംബന്ധിച്ചിടത്തോളമുണ്ട്. അതിൽ ഒരു മണ്ഡലം കൂടിയാണ് ഈ നേമം മണ്ഡലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തും പലയിടങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ നിലവിലുണ്ട്. നഗരത്തിൽ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ, സെൻട്രലിൽ തന്നെ, സെൻട്രായാലും ശരി, അല്ലെങ്കിൽ നേമമായാലും ശരി, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, അങ്ങനെ കഴക്കൂട്ടം അടക്കമുള്ള പല സ്ഥലങ്ങൾ, പല മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളെല്ലാം വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്നൊരു മണ്ഡലമാണ്. BJP പ്രത്യേകിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലം കൂടിയാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ വാശി പോലുള്ള മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം കൂടിയാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് ആശാനാഥ് ഡെപ്യൂട്ടി മേയർ ഇവിടേക്ക് എത്തിയത്, വോട്ട് രേഖപ്പെടുത്തുന്നതിന് എത്തിയത്. ആശാനാഥ് അല്പസമയത്തുള്ള നമ്മൾ ഇത് രേഖപ്പെടുത്തിയതിനു ശേഷം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ ക്യൂവിലാണ്. നീണ്ടൊരു ക്യൂ തന്നെ ഇവിടെ നമുക്ക് കാണാനും സാധിക്കും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഡെപ്യൂട്ടി മേയറുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. രോഹിണി, ശ്യാം. ഏറ്റവും കൗതുകരമായ കാര്യം പ്രശാന്ത്, രോഹിണി, BJP നഗരം അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും വലിയൊരു പെർഫോമൻസ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു, കൃത്യമായി തന്നെ ഒരു വിളിക്കപ്പുറം മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ സാധാരണക്കാരിലേക്ക് ഓടിയെത്തുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭാ പരിധിയിൽപ്പെടുന്ന 4 മണ്ഡലങ്ങൾ, അത് നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, സ്വാഭാവികമായിട്ട് ഇത്തരം ഈ 4 മണ്ഡലങ്ങളിലും BJP NDA വലിയ വിജയപ്രതീക്ഷയാണ് വെക്കുന്നത്. സോ അതിലേറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന നേമം മണ്ഡലത്തിലാണ് ആശാനാഥ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗമ്യമുഖമാണ്. എന്നാൽ അതേസമയം വലിയ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോരാട്ടം നടത്തുമ്പോൾ ഒരു ഝാൻസി റാണി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനൻ TVയുടെ കൗൺസിലർ കൂടിയാണ്. ആശ വോട്ട് ചെയ്യുകയാണ്. വിശദാംശങ്ങളാണ് പ്രശാന്ത് നൽകിയത്. ഇനി നമുക്ക് നേരെ പാലക്കാടേക്ക് പോകാം. പാലക്കാട് അരുൺ ആലത്തൂർ അങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. നമുക്കറിയാം, നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ തന്നെയാണ് പാലക്കാടും അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട്, നെന്മാറ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അരുൺ ആലത്തൂറിനോടൊപ്പം പ്രതികരിക്കുന്നതിനായി പ്രശാന്ത് ശിവൻ കൂടി ചേരുന്നുണ്ട് എന്ന് തോന്നുന്നു. നേരത്തെ അദ്ദേഹം അരുണിന്റെ കൂടെ ഉണ്ടായിരുന്നു. അരുൺ പറയൂ. പാലക്കാട് ജില്ലയിലും മികച്ച പോളിംഗ് തന്നെയാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് നഗരമേഖലയിൽ ഉൾപ്പെടെ മികച്ച പോളിംഗ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിലെ ശ്രീരാമപാളയം സ്കൂളിലാണ്. ഈ സ്കൂളിൽ 3 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 40, 41, അതുപോലെ തന്നെ 69, അങ്ങനെ 3 ബൂത്തുകളുണ്ട്. ഈ 3 ബൂത്തുകളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ 30% കടന്നു പോളിംഗ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സമയം 11 മണി കഴിയുമ്പോഴേക്കും 30%-ലേറെ പോളിംഗ് ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഏതായാലും നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. മാത്രമല്ല സാധാരണഗതിയിൽ ഇവിടെയൊക്കെ 2 ബൂത്തുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത്തവണ 3 ബൂത്തുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് സുഗമമായിട്ട് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ സാധിക്കുന്നു. അതായത് നീണ്ട നിരകൾ അനുഭവപ്പെടുന്നില്ല, എന്നാൽ പോളിംഗ് ശതമാനം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ബൂത്തിൽ കാണാൻ സാധിക്കും. വലിയ തിരക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാമാന്യം തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പ്രതികരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും പാലക്കാട് മികച്ച പോളിംഗ് തന്നെയാണ് അനുഭവപ്പെടുന്നുണ്ട്. വാശിയേറിയ പോരാട്ടമാണ്. നമുക്കറിയാം, കേരളം തന്നെ ഉറ്റുനോക്കുന്ന മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. കാരണം സംസ്ഥാനത്ത് തന്നെ NDA വിജയപ്രതീക്ഷ വയ്ക്കുന്ന നിരവധി മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ട്. അത് പാലക്കാടാണെങ്കിലും മലമ്പുഴയാണെങ്കിലും നെന്മാറയാണെങ്കിലും ഷൊർണൂരാണെങ്കിലും ഒറ്റപ്പാലമാണെങ്കിലും ഒക്കെ സംസ്ഥാനത്ത് തന്നെ NDA അല്ലെങ്കിൽ BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് BJP നിരവധി മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള ശക്തമായ പ്രതീക്ഷയിലാണ്. ആ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ എല്ലാ മുന്നണികളും കാഴ്ചവെച്ചിരുന്നു. വാശിയേറിയ പോരാട്ടമായിരുന്നു. വലിയ പ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പാലക്കാട്ടുകാർക്ക് ഒരു പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടുണ്ടായിരുന്ന MLA ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങളെ ചതിച്ച് വടകരയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. വടകരയിൽ പോയതിനു ശേഷം പിന്നീട് പാലക്കാട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന പരാതികളും മറ്റുമൊക്കെ നേരിട്ട് രാജിവെക്കേണ്ട, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും MLA സ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് വരെ എത്തിയിട്ട് MLA സ്ഥാനം രാജിവെച്ചില്ല. പക്ഷെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു MLA. അവിടെ തീരുന്നില്ലല്ലോ അരുൺ. അതിനുശേഷം ഇതാ വിശ്വസ്തനും ഗുരുതരമായി തന്നെ ലൈംഗിക ആരോപണത്തിൽ പെട്ടിരിക്കുകയാണ് പ്രക്ഷോഭ്. ഇത് തീരുന്നില്ലല്ലോ കോൺഗ്രസിൽ. അത് മാത്രമല്ല, ഇന്ന് മറ്റൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബോസാണ് ഷാഫി പറമ്പിൽ. ഏത് കാര്യത്തിലാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈ സ്ത്രീ വിഷയങ്ങൾ തുടർക്കഥയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ 1 അല്ല 2 അല്ല 3 അല്ല ഒരുപാട് യുവതികളുടെ പരാതികളുണ്ടായി. അതിൽ പോലീസ് കേസെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു. കേസും മറ്റുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പ്രക്ഷോഭ് സി വത്സൻ എന്നത് ഷാഫി പറമ്പിലിൻ്റെ മറ്റൊരു ശിഷ്യനാണ്. അതായത് രാഹുൽ ഇടംകൈയാണെങ്കിൽ വലംകൈയാണ് പ്രക്ഷോഭ് സി വത്സൻ. അങ്ങനെ ആ പ്രക്ഷോഭ് സി വത്സൻ എന്ന കൗൺസിലർക്കെതിരായ പീഡന പരാതി ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നമ്മൾ ജനം TV തന്നെയാണ് പുറം ലോകത്തെ എത്തിച്ചത്. അതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആ കൗൺസിലർക്ക് നേരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ കൗൺസിലറായ പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ്. ഇതുവരെ പിടികൂടിയിട്ടില്ല. കോൺഗ്രസ് വേഗം തങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് കൈയൊഴുകിയെങ്കിലും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്ന നടപടികളോ മറ്റോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രക്ഷോഭ് ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യം. മാത്രമല്ല, ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ഓഡിയോ, അതായത് ഈ പ്രക്ഷോഭ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദ ശകലമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ കൃത്യമായിട്ട് പറയുന്നു ഷാഫി പറമ്പിൽ തൻ്റെ ബോസാണ്. പല ഫ്ലൈറ്റ് യാത്രയും അതുപോലെ തന്നെ മറ്റ് സൗജന്യങ്ങളും ഒക്കെ ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ നടക്കും. മാത്രമല്ല, ഷാഫി വലിയ പൈസയ്ക്ക് ആക്രാന്തമുള്ള ആളാണ്. വലിയ തന്നോട് അഴിമതി നടത്താൻ പറഞ്ഞു. കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് തന്നോട് ഏതു വിധേനയും ആരെ ചതിച്ചിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് തന്നോട് പറഞ്ഞു. അതിനുവേണ്ടി 1-2 പദ്ധതികൾ തന്നോട് പറഞ്ഞു. പക്ഷെ അതിന് തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ തരത്തിൽ വലിയ ഞെട്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നിറഞ്ഞതായിരുന്നു ആ ഓഡിയോ. ഏതായാലും ആ ഓഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ വലിയ രീതിയിൽ ജനം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വശത്ത് സ്ത്രീ വിഷയങ്ങളിൽ നിരന്തരമായിട്ട് കുടുങ്ങുന്ന കോൺഗ്രസ്സുകാർ, മറുവശത്താണെങ്കിൽ പലതരത്തിലുള്ള ഈ ഒരു അഴിമതിയും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ നടത്തുന്ന ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ഇത്തവണ തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ NDA ക്യാമ്പുകളിലുണ്ട്. ആ പ്രതീക്ഷ തന്നെ നമ്മൾ ഈ പോളിംഗ് ബൂത്തുകളിൽ, അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ബൂത്തുകളിലൊക്കെ ആ പ്രതീക്ഷ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്രയേറെ പോളിംഗ് ശതമാനം ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയേറെ ഈ ഒരു NDAയുടെ വിജയത്തിന് വേണ്ടി BJP പ്രവർത്തകർ, നാട്ടുകാർ, ജനങ്ങളൊക്കെ ഒന്നടങ്കം ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഏതായാലും പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, പാലക്കാട് മുനിസിപ്പാലിറ്റി BJPയുടെ ഉറച്ച കോട്ടകൾ, അവിടെയൊക്കെ പോളിംഗ് ശതമാനം കൂടുന്നുണ്ട് എന്നാണ് അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത്.
നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.